91 ന്യൂസിലേക്ക് സ്വാഗതം. ചൈനയുടെ പണിയെക്കുറിച്ചാണ് ഇന്ന് പറയാനുള്ളത്. പിന്നെയും പണിയുമായി ചൈനയിൽ നിന്ന് അമേരിക്കയിലേക്ക് ഫ്യൂസേറിയം ഗ്രാമിനീറം എന്ന അപകടകരമായ ഫംഗസ് കടത്തിയ സംഭവം അമേരിക്കയ്ക്ക് എതിരായ യുദ്ധത്തിന് സമാനമാണെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ശ്രദ്ധ പുലർത്തിയില്ലെങ്കിൽ കോവിഡിനേക്കാൾ മാരകമായത് സംഭവിക്കും. ഇത്തരം സംഭവങ്ങളിൽ ചൈനയുമായുള്ള ബന്ധം അവസാനിപ്പിക്കുന്നത് അടക്കമുള്ള കടുത്ത നടപടികളിലേക്ക് അമേരിക്ക നീങ്ങണമെന്നും അഭിഭാഷകനും പൊളിറ്റിക്കൽ അനലിസ്റ്റുമായ ഗോഡർ ജിം ചാങ് പറയുന്നു. കാർഷിക വിളകൾക്ക് നാശം വിതയ്ക്കുന്ന ഈ ഫംഗസുകളെ കാർഷിക ഭീകരവാദ ആയുധങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്താവുന്നവയാണ്. ഓരോ വർഷവും കോടിക്കണക്കിന് ഡോളർ നഷ്ടമാണ് ഇവ മൂലമുണ്ടാകുന്നത്. മനുഷ്യരിലും കന്നുകാലികളിലും ഛർദി, കരൾ സംബന്ധമായ രോഗങ്ങൾ, പ്രത്യുൽപാദന വൈകല്യങ്ങൾ എന്നിവയ്ക്കും ഇവ കാരണമാകുന്നു. 2020 അമേരിക്കയിലെ 50 സംസ്ഥാനങ്ങളിലേക്കും ചൈനയിൽ നിന്ന് വിത്തുകൾ എത്തിയിരുന്നു. US ആവശ്യപ്പെടാതെയാണ് ഇവ എത്തിയത്. പടർന്നു പിടിക്കുന്നതും അപകടകരവുമായ സസ്യങ്ങളെ നട്ടുപിടിപ്പിക്കാനുള്ള ശ്രമമായിരുന്നു ഇതിന് പിന്നിലെന്ന് കരുതുന്നു. ഈ വർഷവും ഒരു ചൈനീസ് ഓൺലൈൻ റീറ്റെയിലറിൽ നിന്ന് US-ലേക്ക് വിത്തുകൾ എത്തിയിട്ടുണ്ട്. ഇത് തടയാനുള്ള ഏകമാർഗം ചൈനയുമായുള്ള ബന്ധം അവസാനിപ്പിക്കുക എന്നതാണ്. ഈ തീരുമാനം ഏറെ കടുത്തതാകാമെന്ന് ആളുകൾ കരുതും. എന്നാൽ അവസാനം US-ന് തന്നെ അത് തിരിച്ചടിയാകും. ഗോർഡൻ ജി ചാങ് വ്യക്തമാക്കുന്നു. ദിവസങ്ങൾക്ക് മുൻപാണ് അപകടകരമായ ഫംഗസ് അമേരിക്കയിലേക്ക് കടത്തിയതിന് ചൈനക്കാരായ 2 ഗവേഷകർ അറസ്റ്റിലായത്. ചൈനയിലെ സർവകലാശാലയിൽ ഗവേഷകനായ സുൻയോങ് ലിയു, ഇയാളുടെ പെൺസുഹൃത്തും US-ലെ മിഷിഗൺ സർവകലാശാലയിലെ ഗവേഷകയുമായ യുൻകിങ് ജിയാൻ എന്നിവരാണ് പിടിയിലായത്. കാർഷിക വിളകൾക്ക് വൻനാശം വിതയ്ക്കുന്ന അപകടകരമായ ഫംഗസ് ആണ് ഗവേഷണ ആവശ്യങ്ങൾക്കായി ഇരുവരും അമേരിക്കയിലേക്ക് കടത്തിയതെന്ന് FBI വ്യക്തമാക്കുന്നു. ആഗോള ഭക്ഷ്യസുരക്ഷയ്ക്കും പൊതുജനാരോഗ്യത്തിനും ഗുരുതരമായ അപകട സാധ്യത ഉയർത്തുന്ന ഫംഗസ് ആണ് ഇതെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. അറസ്റ്റ് ചെയ്യപ്പെട്ട യുങ്ങിങ് ജിയാൻ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അനുഭാവിയാണ് എന്നതിനും ഈ ഫംഗസ് ഉൾപ്പെട്ടിട്ടുള്ള ഗവേഷണത്തിനായി ചൈനീസ് സർക്കാരിൽ നിന്ന് പണം ലഭിച്ചതിനും തെളിവുകൾ ഉണ്ട് എന്നും FBI മേധാവി കാഷ് പട്ടേൽ പറഞ്ഞു. ഇവർക്കൊപ്പം അറസ്റ്റ് ചെയ്യപ്പെട്ട സുഹൃത്ത് ഒരു ചൈനീസ് സർവകലാശാലയിൽ ഇതേ ഫംഗസ് ഉപയോഗിച്ചുകൊണ്ട് ഗവേഷണം നടത്തിയിരുന്നു. ഗൂഢാലോചന, അമേരിക്കയിലേക്ക് കള്ളക്കടത്ത്, തെറ്റായ വിവരങ്ങൾ നൽകൽ എന്നിവയടക്കമുള്ള നിരവധി വകുപ്പുകളാണ് ഇരുവർക്കുമെതിരെ ചുമത്തിയിരിക്കുന്നത്. ജിയാനും ലിയുവും നിലവിൽ FBI കസ്റ്റഡിയിലാണ്. സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. കുറ്റം തെളിഞ്ഞാൽ ഇരുവർക്കും ജയിൽ ശിക്ഷയും അമേരിക്കയിൽ നിന്ന് നാടുകടത്തലും നേരിടേണ്ടി വരുന്നതായും റിപ്പോർട്ടുകൾ പറയുന്നു.